ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു ഇലയട ഉണ്ടാക്കിയാലോ? അതിനായി അരിപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത ശേഷം അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം തിളച്ച വെള്ളം എന്ന് വെച്ചാൽ ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഒരു വാഴയിലെടുത്ത് വാഴയിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ആവശ്യത്തിന് വെച്ച് മടക്കിയെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് തേങ്ങയും ശർക്കരയും വെച്ച ശേഷം ഈ ഇല രണ്ടായിട്ട് മടക്കാം. എന്നിട്ടത് ആവിയിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇത് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഇലയട ഉണ്ടാക്കിയത് അതും ഇതിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ച ശേഷം നമുക്ക് കഴിക്കാം.